എല്ലാവർക്കും ഒരു നമസ്കാരം. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഞാൻ ഹരിഹരൻ, നമ്മുടെ മുത്തുണ്ണി, നമ്മുടെ സതീഷ്. എല്ലാ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈദ് ദിവസം ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏകദേശം 10-16 വർഷക്കാലമായി പ്രവാസത്തിൽ ജീവിക്കുന്ന നമുക്ക് ചേലക്കര നിയോജക മണ്ഡലത്തിലോട് ഒരു അഭ്യർത്ഥന. കഴിഞ്ഞ 30 വർഷത്തോളം കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയായ ശിവൻ വീട്ടിക്കുന്ന് മത്സരിക്കുന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ. ചേലക്കരയുടെ വികസനത്തെക്കുറിച്ചോ ചേലക്കരയുടെ മറ്റുള്ള രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നില്ല. ചേലക്കരയിൽ കോൺഗ്രസിന് സമാധാനപ്രിയരായ രാഷ്ട്രീയ ബോധമുള്ള നല്ല മനസാക്ഷിയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം ചേലക്കരയ്ക്ക് ഉണ്ട് എന്നുള്ളത് പറയാതെ അറിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് 30 വർഷം MLA ആയിരുന്നിട്ട് കൂടിയും ചേലക്കര പഞ്ചായത്ത് പരിപൂർണമായും കയ്യിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയം. ചേലക്കര UDFന്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. അന്നും ഇന്നും നമ്മൾ പറഞ്ഞു ചേലക്കരയ്ക്ക് സ്വന്തമായ ഒരു കോൺഗ്രസ് പോരാളി, അതൊരു SC മണ്ഡലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ഒരു SC സ്ഥാനാർത്ഥിയെ അവിടെ പടുത്തുയർത്തി കൊണ്ടുവരാൻ മുതിർന്ന നേതാക്കൾ ശ്രമിച്ചില്ല എന്നുള്ള ഒരൊറ്റ അപാകത കൊണ്ട് മാത്രമാണ് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസിന് കിട്ടാതെ പോയിട്ടുള്ളതെന്ന് പച്ചയായ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ഇത്തവണ ചേലക്കരയിൽ നിന്നും ചേലക്കരയുടെ സ്ഥാനാർത്ഥിയായി ശിവൻ വീട്ടിക്കുന്ന് മത്സരിക്കുന്ന വിവരം സസന്തോഷപൂർവ്വം കോൺഗ്രസുകാർ ഏറ്റെടുത്തിരിക്കുന്ന വേളയിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാ ചേലക്കര നിവാസികളും ചിഹ്നം നോക്കാതെ ആ മനുഷ്യനു വേണ്ടി ഒരു സാധാരണ കുടുംബത്തിൽ മണ്ണിന്റെ മകനായി രാധാകൃഷ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ചേലക്കരയിൽ പിറന്ന വ്യക്തിയല്ല, എന്നിട്ടും കോൺഗ്രസുകാർ ഹൃദയത്തിലേറ്റിയ രാധാകൃഷ്ണനെ കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തിലേക്ക് പറഞ്ഞുവിട്ട ഇടതുപക്ഷം നമ്മളോടെല്ലാം കാണിച്ച വലിയൊരു ചതിയുണ്ട്. കേരള മുഖ്യമന്ത്രിയായി വരേണ്ട രാധാകൃഷ്ണനെ നിയമസഭയിൽ നിന്നും ലോകസഭയിലേക്ക് പറഞ്ഞുവിട്ട ഇടതുപക്ഷം ചേലക്കരക്കാട് കാണിച്ച വലിയൊരു അനീതിയുണ്ട്. അതിന് നമ്മൾ തിരിച്ചടിച്ചുകൊണ്ട് ചേലക്കരയിലെ ശിവൻ വീട്ടിക്കുന്നിനെ കോൺഗ്രസുകാർ നെഞ്ചിലേറ്റി നിയമസഭയിലേക്ക് പറഞ്ഞു വിടണമെന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത് വെറും ഒരു 3 പ്രവാസികളുടെ അഭിപ്രായമല്ല, ചേലക്കരക്കാർ കാത്തിരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ശിവൻ വീട്ടിക്കുന്നിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ശിവൻ വീട്ടിക്കുന്നിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിഹ്നം എന്തോ ആയിക്കൊള്ളട്ടെ, മണ്ണിന്റെ മകനായി ചേലക്കരയിൽ ഒരു കാവലാളായി ആ മനുഷ്യനുണ്ടാവും. ഇവിടെ പിറന്ന് വളർന്ന് ഇവിടുത്തെ രാഷ്ട്രീയം മനസ്സിലാക്കി സാമ്പത്തികമില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് പിന്നോട്ടടിക്കപ്പെട്ട തഴയപ്പെട്ട ഒരു വ്യക്തിയെ ഈ ഒരു സാഹചര്യത്തിൽ നാം ഉയർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ഇദ്ദേഹം ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവശ്യത്തിനും നമുക്കൊരു ഫോൺ കോൾ ലഭ്യമായിരിക്കും. അമിതമായ രാഷ്ട്രീയമല്ല കോൺഗ്രസിന്റെ മുഖമുദ്ര എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ ഉപജീവനം രാഷ്ട്രീയമല്ല, പക്ഷേ രാഷ്ട്രീയം ജനഹൃദയങ്ങളിലാണ് എന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മനസ്സിലാക്കിയിരുന്നു, നിങ്ങളും മനസ്സിലാക്കിയിരുന്നു. ഇടകൊണ്ട് രാഷ്ട്രീയത്തെ കച്ചവടമാക്കിക്കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ ഒരു പാർട്ടി വന്നതും കോൺഗ്രസ് പിന്നോട്ടടിക്കപ്പെടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ കിടക്കുകയായി. കേരളത്തെ
മനോഹരമായി ജനാധിപത്യ ഹൃദയങ്ങളിൽ ജീവിപ്പിക്കണം. ഇനിയും നമുക്ക് കോൺഗ്രസ് കേരളത്തെയും കയ്യിലാക്കണം എന്നുള്ളൊരു വ്യഗ്രതയോടുകൂടി ജാതി മത രാഷ്ട്രീയ എല്ലാം മറന്നുകൊണ്ട് ശിവൻ വൂട്ടിക്കുന്നിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ശിവൻ വീട്ടിക്കുന്ന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ശിവൻ വീട്ടിക്കുന്നിനെ വിജയിപ്പിച്ചേരണം. നന്ദി, നമസ്കാരം. ഈദ് മുബാറക്. ഈദ് മുബാറക്.